നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ 3rd ചാപ്റ്ററായ സ്ക്വയർ ഐഡൻറ്റിറ്റീസ് അഥവാ വർഗ സമവാക്യങ്ങൾ അതിലെ പേജ് നമ്പർ 45-ൽ 3ഉം 4ഉം ക്വസ്റ്റ്യൻസാണ് ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3. സീ ദിസ് പാറ്റേൺ 3 is equal to 2 square minus 1 square, 5 is equal to 3 square minus 2 square, 7 is equal to 4 square minus 3 square. Check whether some other odd numbers can also be written as the difference of two perfect squares. Explain why all odd numbers greater than 1 can be written like this. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്ത് 1-2 എഴുതണം. പിന്നെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ഒന്നിനേക്കാൾ കൂടുതലുള്ള ഓഡ് നമ്പേഴ്സിന് ഡിഫറൻസ് ഓഫ് ടു പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആയിട്ട് എഴുതാൻ പറ്റുന്നു. ഇത് എന്തുകൊണ്ടാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. 3 is equal to 2 square minus 1 square, 5 is equal to 3 square minus 2 square, 7 is equal to 4 square minus 3 square. ഇവിടെ നോക്കിയേ, ഇതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്. 3, 5, 7 അടുത്തടുത്ത് വരുന്ന ഓഡ് നമ്പേഴ്സും ഇത് ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ്. 2ന്റെ സ്ക്വയറും 1ന്റെ സ്ക്വയറും അത് രണ്ടും അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. അതുപോലെ ഇവിടെ 3യുടെ സ്ക്വയറും 2ന്റെ സ്ക്വയറും അടുത്തടുത്തുള്ളതാണ്. അതുപോലെ അടുത്തത് 3യുടെയും 4ൻ്റെയും അതും അടുത്തടുത്തുള്ള സ്ക്വയേഴ്സാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത് ഓഡ് നമ്പറിന് നമുക്ക് അടുത്തടുത്തുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ ഈ പാറ്റേൺ കണ്ടിന്യൂ ചെയ്യാൻ നമുക്ക് അടുത്തത് എഴുതി നോക്കാം. അടുത്തത് എന്താണ്? 7 കഴിഞ്ഞാൽ പിന്നെ വരുന്നത് എന്താണ്? 9 ആണ്. 9. അപ്പോൾ ഇവിടെ നോക്കിയാൽ 2, 3, 4. അപ്പോൾ ഇവിടെ എന്ത് വരണം? അടുത്തത് 5 സ്ക്വയർ മൈനസ് ഇവിടെ 1, 2, 3. അപ്പോൾ ഇവിടെ എന്താ വരേണ്ടത്? 4 സ്ക്വയർ. അതായത് അടുത്തടുത്തുള്ള നമ്പേഴ്സ് വന്ന് ചെക്ക് ചെയ്യാം കറക്റ്റ് ആണോ. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 25 മൈനസ് 4 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 16. 25 മൈനസ് 16 എന്ന് പറഞ്ഞാൽ 9 അല്ലേ. ഇനി അടുത്തത് എഴുതി നോക്കാം. അപ്പോൾ 9 കഴിഞ്ഞാൽ അടുത്തത് വരുന്നത് 11. അപ്പോൾ ഇവിടെ 5 കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 6 സ്ക്വയർ മൈനസ് ഇവിടെ 4 കഴിഞ്ഞാൽ 5 സ്ക്വയർ. ഇത് ചെക്ക് ചെയ്യാം. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 മൈനസ് 5 സ്ക്വയർ എന്താണ്? 25. 36 മൈനസ് 25 11 അല്ലേ. അപ്പോൾ അത് കറക്റ്റാണ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എക്സ്പ്ലെയിൻ വൈ ഓൾ ഓഡ് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 1 ക്യാൻ ബി റിട്ടേൺ ലൈക്ക് ദിസ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നത്? നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുള്ളതാണല്ലോ n+1 ഹോൾ സ്ക്വയർ എന്താണ്? n+1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ n സ്ക്വയർ ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ പ്ലസ് 1 സ്ക്വയർ. n+1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു n സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു n ഇൻറ്റു 1 2n പ്ലസ് 1 സ്ക്വയർ എന്താണ്? 1. ഇനി ഇത് ഒന്ന് തിരിച്ചെഴുതുകയാണ്. n സ്ക്വയർ പ്ലസ് 2n പ്ലസ് 1 ഇസ് ഈക്വൽ ടു n+1 ഹോൾ സ്ക്വയർ. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഈവൻ നമ്പറിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയാണ്? അതിൻ്റെ ആൾജിബ്രിക് ഫോം എന്താണ്? 2n. ഓഡ് നമ്പറിൻ്റെ 2n പ്ലസ് 1. അപ്പോൾ ഇവിടെ 2n പ്ലസ് 1 എന്നുള്ളത് ഒരു ഓഡ് നമ്പറാണ്. അപ്പോൾ അത് മാത്രം ഇവിടെ നിർത്തുക. 2n പ്ലസ് 1 ഇസ് ഈക്വൽ ടു ഇവിടെ ഉള്ളത് n+1 ഹോൾ സ്ക്വയർ. ഇനി ഈ n സ്ക്വയർ എന്നുള്ളത് ഇപ്പുറത്തേക്ക് എടുക്കാം. മൈനസ് n സ്ക്വയർ. അപ്പോൾ ഈ 2n പ്ലസ് 1 എന്നുള്ളതൊരു ഓഡ് നമ്പറാണ്. അത് അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് അല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. n-ഉം n+1-ഉം അടുത്തടുത്തുള്ള നമ്പേഴ്സ് അല്ലേ. അതിൻ്റെ സ്ക്വയറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൂഫായില്ലേ. അതായത് ഒരു ഓഡ് നമ്പർ അടുത്തടുത്തുള്ള രണ്ട് നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സിൻ്റെ ഡിഫറൻസ് ആയിട്ട് നമുക്ക് എഴുതാം. അപ്പം നമുക്കിവിടെ എന്ത് എഴുതാം? ഈ 2n+1 എന്നുള്ളതാണ് ഓഡ് നമ്പർ.
ഓഡ് നമ്പർ ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടു കൺസിക്യൂട്ടീവ് നമ്പേഴ്സ്. അതായത് ഒരു ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകളുടെ വർഗങ്ങളുടെ വ്യത്യാസമായിട്ട് എഴുതാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫായിരുന്നു. ഇനി നാലാമത്തെ ചോദ്യം, ഗീവ് റീസൺസ് ഫോർ ദ fact that square of any number ending in 1 also end in 1. What about numbers ending in 5 and numbers ending in 6? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഒന്നിൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സും ഒന്നിലായിരിക്കും അവസാനിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ്? ഇതുപോലെ 5 അവസാനിക്കുന്ന നമ്പേഴ്സും ഇതുപോലെ തന്നെയാണ്. അതുപോലെ 6 അവസാനിക്കുന്ന നമ്പേഴ്സും ഇതുപോലെ തന്നെയാണ്. അത് പ്രൂവ് ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 5 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എടുക്കുമ്പോൾ അതും 5 അവസാനിക്കുന്നത്. അതുപോലെ 6 അവസാനിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗങ്ങൾ എടുക്കുമ്പോൾ 6 അവസാനിക്കുന്നത്. ഇതെന്തുകൊണ്ട്? അത് തെളിയിക്കുക. 1 എൻഡ് ചെയ്യുന്ന 1-2 നമ്പേഴ്സ് നമുക്ക് നോക്കാം. 21 എന്ന് പറഞ്ഞാൽ എന്താ? 20 + 1 ആണ്. ഈ 20 നമുക്ക് 10 × 2 എന്ന് എഴുതാമല്ലോ. 10 × 2 + 1. അതുപോലെ 31 നമുക്ക് എങ്ങനെ എഴുതാം? 30 + 1. 30നെ 10 × 3 എന്ന് എഴുതാമല്ലോ. 10 × 3 + 1. അടുത്തൊരു നമ്പർ 121. അതിന് നമുക്ക് 120 + 1 എന്ന് എഴുതാം. ഇനി 120യെ എങ്ങനെ എഴുതാം? 10 × 12 + 1. അപ്പോൾ ഇവിടെയൊക്കെ നോക്കിയേ, ഇതൊക്കെ 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സാണ്. അതിന് നമുക്കിവിടെ 10ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാം. അതായത് 10 × 2 + 1. അപ്പോൾ ഇവിടെ നോക്കി 1ന് മുമ്പ് വരുന്ന നമ്പറല്ലേ 2, അതാണ് ഇവിടെ 10 × 2 എന്ന് വന്നിരിക്കുന്നത്. അതുപോലെ 31 1ന് മുമ്പ് വരുന്ന നമ്പറല്ലേ 3, അപ്പോൾ ഇവിടെ 10 × 3 + 1. ഇവിടെ 121 ഇവിടെ 1ന് മുൻപ് വരുന്ന നമ്പർ എന്താണ്? 12. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? 10 × 12 + 1. ഇനി അതുപോലെ ഇപ്പോൾ 321 331 ഇതെങ്ങനെ എഴുതാം? ഇതേപോലെ 1ന് മുമ്പ് വരുന്ന നമ്പർ 33 ആണ്. അപ്പോൾ 10 × 33 + 1. അപ്പോൾ നമുക്ക് 1ൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഈ ഫോമിൽ എഴുതാം. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ എൻഡിങ് ഇൻ 1. നമ്പർ എൻഡിങ് ഇൻ 1 എങ്ങനെ എഴുതാം? 10n + 1. ഇവിടെ നമുക്ക് 10 × നമ്പർ +1 അങ്ങനെയല്ലേ വരുന്നത്. അപ്പോൾ 10n നമുക്ക് ജനറലായിട്ട് ഇങ്ങനെ പറയാം, 10n + 1. ഈ ഫോം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമ്പർ എൻഡിങ് ഇൻ 1 എങ്ങനെ എഴുതാം? 10n + 1. ഇതിൻ്റെ സ്ക്വയർ എടുക്കാം. അതായത് ഇതിൻ്റെ സ്ക്വയർ 10n + 1 ഹോൾ സ്ക്വയർ. ഇതെങ്ങനെ വരും? x + y ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം. ഫസ്റ്റ് നമ്പറിൻ്റെ സ്ക്വയർ എന്താണ്? 10n² + 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ + സെക്കൻഡ് നമ്പർ സ്ക്വയർ. 10n² എന്ന് പറഞ്ഞാൽ എന്താണ്? 100n² അല്ലേ? 10ൻ്റെ സ്ക്വയർ 100, n-ൻ്റെ സ്ക്വയർ n². 2 × 20n അല്ല 2 × 10n 20n. 20n × 1 20n തന്നെ. 20n + 1² എന്താണ്? 1. 10 × 10n² എന്ന് എഴുതാമല്ലോ ഇതിനെ. പ്ലസ് ഇവിടെ എന്ത് വരും? 10 × 2n എഴുതാം +1. ഇതിൽ രണ്ടിലും 10 കോമൺ ഉണ്ട്, ഈ രണ്ട് ടേമിലും. അപ്പോൾ ഇതിൽ രണ്ടിലും 10 എടുക്കണം. 10 എടുത്താൽ പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? 10n² പ്ലസ് ഇവിടുന്ന് 10 പോയാൽ പിന്നെ ഉള്ളത് 2n ആണ്. പ്ലസ് പിന്നെ ഇവിടെയുള്ള 1. അപ്പം 10 × ഇത്രയും വരും +1. ഈ 10 × എന്ത് വന്നാലും അത് 0ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കൂലേ അല്ലേ? 10 × 5 50, 10 × 121. അപ്പം എൻഡിൽ 0 അല്ലേ? 10 കൊണ്ട് ഏതിനെ എൻഡ് ചെയ്താലും എൻഡിൽ ഡിജിറ്റ് 0 ആയിരിക്കും. അപ്പം നമുക്ക് ഇവിടെ എന്തെഴുതാം? ഇതൊരു 0ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും. അപ്പം നമ്പർ എൻഡിങ് ഇൻ 0.
നമ്പർ ending in 0 പ്ലസ് പിന്നെ ഇവിടെ ഉള്ളത് എന്താണ് 1. ഇതിനെയാണ് ഈ മാറ്റി എഴുതിയിരിക്കുന്നത് നമ്പർ എൻഡിങ് ഇൻ 0 പ്ലസ് 1. അപ്പോൾ പിന്നെ ഇതിൽ നമ്പർ എൻഡിങ് ഇൻ 0യും അതിനോട് കൂടി ഒരു 1 ചേർത്താൽ ആ നമ്പർ എൻഡ് ചെയ്യുന്നതിൻ്റെ എൻഡിങ് ഡിജിറ്റ് എന്തായിരിക്കും 1 ആയിരിക്കും. അതായത് ഇപ്പോൾ 50 പ്ലസ് 1 എന്താണ് 51, അല്ലെങ്കിൽ 320 പ്ലസ് 1 എന്താണ് 321. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കൂലേ. അപ്പോൾ നമ്പർ എൻഡിങ് ഇൻ 1 ആയിരിക്കും. അപ്പോൾ ഇതെന്ത് വരും? നമ്പർ എൻഡിങ് ഇൻ 0 പ്ലസ് 1 എന്താണ് നമ്പർ എൻഡിങ് ഇൻ 1. നമ്പർ എൻഡിങ് ഇൻ 1. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ പ്രൂഫായില്ലേ ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്താണ്? ഒരു 1ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിൻ്റെ സ്ക്വയറും 1ൽ എൻഡ് ചെയ്യുന്നതായിരിക്കും അല്ലേ. അതായത് ഒരു നമ്പറിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്താലും അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത നമ്പർ എൻഡിങ് ഇൻ 5 എങ്ങനെ എഴുതാം നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 35നെ നമുക്ക് എങ്ങനെ എഴുതാം? 30 പ്ലസ് 5 എന്ന് എഴുതാമല്ലോ. ഈ 30 എങ്ങനെ എഴുതാം? 10 × 3 പ്ലസ് 5. അതിന് അതുപോലെ 55 എങ്ങനെ എഴുതാം? 50 പ്ലസ് 5. 50 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 10 × 5 പ്ലസ് 5. അതുപോലെ 125 ഇതിനെങ്ങനെ എഴുതാം? 120 പ്ലസ് 5 എന്ന് എഴുതാമല്ലോ. ഈ 120 എങ്ങനെ എഴുതാം? 10 × 12 പ്ലസ് 5. അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ എഴുതിയത് ഓർക്കുന്നില്ലേ? ആ രീതിയിൽ ഇതിനെ എങ്ങനെ ജനറലായിട്ട് പറയുമ്പോഴും നമ്പർ എൻഡിങ് ഇൻ 5നെ നമുക്ക് എങ്ങനെ എഴുതാം? 10n പ്ലസ് 5 എന്ന് എഴുതിക്കൂടെ? ഇതിൻ്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ ഇങ്ങനെ വരൂലേ? 10n പ്ലസ് 5. അതായത് നമ്പർ എൻഡിങ് ഇൻ 5നെ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ? 10n പ്ലസ് 5 എന്ന് എഴുതാം. അത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞത്. 10n പ്ലസ് 5. ഇനി എന്ത് ചെയ്യണം? അടുത്ത സ്റ്റെപ്പ് അതിൻ്റെ സ്ക്വയർ എടുക്കാം. സ്ക്വയർ എന്താണ്? 10n പ്ലസ് 5ൻ്റെ സ്ക്വയർ എടുക്കാം. x പ്ലസ് വൈ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോം. ഫസ്റ്റ് നമ്പർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10n സ്ക്വയർ പ്ലസ് 2 × 10n × 5 പ്ലസ് 5 സ്ക്വയർ. 10n സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 100n സ്ക്വയർ പ്ലസ് ഇവിടെ 2 × 10 20, 20 × 5 100. അപ്പോൾ ഇതെന്ത് വരും? ഈ ടൈം 100n വരും. 5 സ്ക്വയർ എന്താണ്? 25. ഇനി ഇതിൽ 100n സ്ക്വയർ, ഇത് 100n. അപ്പം നമുക്ക് ഇതിൽ രണ്ടിൽ നിന്നും 100 പുറത്തെടുക്കാമല്ലോ. 100 എടുത്താൽ പിന്നെ ബ്രാക്കറ്റിനുള്ളിൽ എന്ത് വരും? ഇവിടെ n സ്ക്വയർ വരും, ഇവിടെ എന്ത് വരും? n വരും. പ്ലസ് പിന്നെ ഇവിടെ ഉള്ളത് 25 ആണ്. 100 × നമ്പർ പ്ലസ് 25. ഈ 100 × എന്ത് വന്നാലും അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 0 ആയിരിക്കൂലേ. നോക്കിയേ, 5 × 100 എന്താണ്? 500. 14 × 100 എന്താണ്? 1400. 100 കൊണ്ട് ഏത് നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്താലും അതിൻ്റെ എൻഡ് 2 ഡിജിറ്റ്സ് 0 ആയിരിക്കും. അപ്പം നമുക്ക് ഇതിനെ എങ്ങനെ ഇതെന്തായിരിക്കും? നമ്പർ എൻഡിങ് ഇൻ 2 zeros. എൻ ഡിജിറ്റ് രണ്ടും 0. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ എൻ ഡിജിറ്റ്സ് 2 എൻ ഡിജിറ്റ്സും 0 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ എൻഡിങ് ഇൻ 2 zeros. നമ്പർ എൻഡിങ് ഇൻ 2 zeros. അതാണ് ഇത്. പിന്നെ ബാക്കി ഉള്ളത് എന്താണ്? 25. ഈ നമ്പർ എൻഡിങ് ഇൻ 2 zeros കൂടി 25 കൂട്ടിയാൽ അതിൻ്റെ ലാസ്റ്റ് 2 ഡിജിറ്റ് 25 ആയിരിക്കൂലേ.
അതായത് ഇപ്പം 500 നമ്പർ എൻഡിങ് ഇൻ 2 zeros എന്ന് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ 500 എടുത്തു, അതിൻ്റെ കൂടെ 25 ആഡ് ചെയ്താൽ എന്താണ് 525. അപ്പോൾ ലാസ്റ്റ് വരുന്ന 25 അല്ലേ. ഇനി 400 + 25 എന്ത് വരും 425. അപ്പോൾ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ എൻഡിങ് ഇൻ 2 zeros + 25 എന്ന് പറഞ്ഞാൽ അത് 25 എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കൂലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്പർ എൻഡിങ് ഇൻ 25. ഈ നമ്പർ എൻഡിങ് 25 എന്ന് പറഞ്ഞാൽ അറ്റത്ത് 5 അല്ലേ, എൻഡ് ഡിജിറ്റ് 5 അല്ലേ വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ എൻഡിങ് ഇൻ 5. നമ്പർ എൻഡിങ് ഇൻ 5. ഇപ്പം പ്രൂഫായില്ലേ, അതായത് 5-ൽ എൻഡ് ചെയ്യുന്ന നമ്പറിൻ്റെ സ്ക്വയറും 5-ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും. അതിൻ്റെ പ്രൂഫായില്ലേ. ഇപ്പോൾ നമ്പർ എൻഡിങ് ഇൻ 6 നമുക്ക് എങ്ങനെ എഴുതാം? ഒരു എക്സാമ്പിൾ നോക്കി, 36. അതിന് നമുക്ക് 30 + 6 എന്ന് എഴുതാം. 30 എന്ന് പറഞ്ഞാൽ 10 × 3 എന്ന് എഴുതാമല്ലോ, 10 × 3 + 6. അതുപോലെ 56, 56നെ 50 + 6 എന്ന് എഴുതാം അല്ലേ, 50 + 6. ആ 50നെ നമുക്ക് 10 × 5 എന്ന് മാറ്റി എഴുതാം +6. അതുപോലെ 126, അതിനെങ്ങനെ എഴുതാം? 120 + 6. ഇതിനെങ്ങനെ മാറ്റി എഴുതാം? 10 × 12 + 6. നമ്മൾ ഇതുവരെ ചെയ്ത അതേ മെത്തേഡ് തന്നെ. അപ്പോൾ ജനറലായിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? 6-ൽ എൻഡ് ചെയ്യുന്ന ഒരു നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 10n + 6 എന്ന് എഴുതിക്കൂടെ? therefore നമ്പർ എൻഡിങ് ഇൻ 6 എന്താണ്? 10n + 6. ഇത് മനസ്സിലായല്ല? ഇതുവരെ ചെയ്തത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഇതിൻ്റെ സ്ക്വയർ എടുക്കുക. സ്ക്വയർ ഓഫ് നമ്പർ എൻഡിങ് ഇൻ 6. സ്ക്വയർ ഓഫ് നമ്പർ എൻഡിങ് ഇൻ 6 എന്താണ്? ഇതിൻ്റെ സ്ക്വയർ 10n + 6 ഹോൾ സ്ക്വയർ. ഇതെന്താണ്? 10n² + 2 × 10n × 6 + 6². ഇതെന്ത് വരും? 100n². ഇതാ 2 × 10 20 × 6 120, 120n + 6² എന്താണ്? 36. ഇനി ഈ 100 നമുക്ക് എങ്ങനെ എഴുതാം? 10 × 10n² എഴുതാം. ഈ ടേമിനെ ഇങ്ങനെ മാറ്റി എഴുതി. പ്ലസ് ഇവിടെ 10 × എങ്ങനെ എഴുതാം? 10 × 12n, 10 × 12 120, പിന്നെ ഒരു എന്നും കൂടെ +36. അപ്പോൾ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 10 ഉണ്ട്. അപ്പോൾ 10 നമുക്ക് പുറത്തെടുക്കാം. 10 പുറത്തെടുത്താൽ പിന്നെ ഇവിടെ ഉള്ളത് എന്താണ്? 10n² ആണ്. പ്ലസ് ഇവിടെ 10 പുറത്തെടുത്താൽ 12n ആണ്. +36. ഇവിടെ എന്താണ്? 10 എന്ന് പറഞ്ഞാൽ നമ്പർ എൻഡിങ് ഇൻ 0 ഇല്ല, നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞില്ല. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? നമ്പർ എൻഡിങ് ഇൻ 0. ഇതിന് നമ്പർ എൻഡിങ് ഇൻ 0 പ്ലസ് പിന്നെ ഇവിടെ ഉള്ളതെന്താണ്? 36. അപ്പോൾ നമ്പർ എൻഡിങ് ഇൻ 0 ഒരു 500 ആണെന്ന് ഇരിക്കട്ടെ, +36 എന്ത് വരും? 536. അപ്പോൾ നമ്പർ എൻഡിങ് ഇൻ 0ൻ്റെ കൂടെ 36 കൂട്ടിയാൽ അതിൻ്റെ ഏറ്റവും അറ്റത്ത് വരുന്ന നമ്പർ 6 അല്ലേ. അപ്പോൾ എൻ ഡിജിറ്റ് 6 ആയിരിക്കൂലേ. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്പർ എൻഡിങ് ഇൻ 0ൻ്റെ കൂടെ 36 ആഡ് ചെയ്താൽ നമ്പർ എൻഡിങ് ഇൻ 6 ആയിരിക്കും കിട്ടുന്നത്. നമ്പർ എൻഡിങ് ഇൻ 6 പ്രൂഫായില്ലേ. 6-ൽ എൻഡ് ചെയ്യുന്ന നമ്പറിൻ്റെ സ്ക്വയർ എടുത്താലും 6-ൽ എൻഡ് ചെയ്യുന്ന നമ്പർ ആയിരിക്കും അല്ലേ. അതായത് 6-ൽ അവസാനിക്കുന്ന ഒരു സംഖ്യയുടെ വർഗം എടുത്താൽ അതിൻ്റെ വർഗവും 6-ൽ അവസാനിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് സംഖ്യ 6 ആയിരിക്കും. നമുക്ക് എന്ത് പറയാം? സ്ക്വയർ ഓഫ് എ നമ്പർ എൻഡിങ് ഇൻ 6 ഈസ് ഓൾസോ എ നമ്പർ എൻഡിങ് ഇൻ 6.